ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന വളരെ ഈസിയായ ഒരു വറുത്തരച്ച മീൻകറിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വറുത്തരച്ച മീൻകറി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു തേങ്ങ ചിരുകിയത്, 2 ടീസ്പൂൺ മല്ലി, 5-6 കൊച്ചുള്ളി, 1 ടീസ്പൂൺ ഉലുവ, 11 വറ്റൽമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം, 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള കൊത്തി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. വേളാപ്പാര മീനാണ് ഞാൻ കറിക്കായി എടുത്തേക്കുന്നത്. തേങ്ങ വറുത്തെടുക്കാനായി നമ്മൾ തേങ്ങ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 ടീസ്പൂൺ ഉലുവ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ തേങ്ങ നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. വറുത്തെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ച് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ അരപ്പിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമ്മുടെ അരപ്പ് നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം. ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കുടംപുളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇവിടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കറി നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കറിയിൽ. കറി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇതേപോലെ ഇട്ട് കറി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം.
നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ചോറിനോടും അപ്പത്തിനോടൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.